മമ്മൂക്കയുടെ ടർബോ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സോടെ മുന്നേറുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മമ്മൂട്ടി നായകനായ ടർബോ തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 6.2 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. എന്നാൽ ആ ഹൈപ്പ് പിന്നീടുള്ള ദിവസങ്ങളിൽ നിലനിർത്താൻ കഴിഞ്ഞു. രണ്ടാം ദിവസത്തെ കണക്കുകൾ കാണിക്കുന്നത് ടർബോയുടെ ഹൈപ്പ് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായും ആദ്യ ദിനത്തേക്കാൾ തിയേറ്ററുകൾ കുറവായിരിക്കും രണ്ടാം ദിനം. ആ ഒരു കുറവല്ലാതെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഒരു കുറവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യ ദിനം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നുമായി 17.3 കോടി രൂപയാണ് ടർബോ നേടിയത്. ടർബോ ഒന്നാം ദിവസം ലോകമെമ്പാടുമായി 17.3 കോടി നേടി. അനന്തമായ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞങ്ങളുടെ വിശ്വസനീയമായ പ്രേക്ഷകർക്ക് നന്ദി എന്നാണ് നിർമ്മാതാക്കളായ മമ്മൂട്ടി കമ്പനി ട്വിറ്ററിൽ കുറിച്ചത്. 2024 ബ്രഹ്മയുഗം, എബ്രഹാം ഓസ്ലർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ മൂന്നാമത്തെ റിലീസാണ് ടർബോ. ആദ്യ ദിനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ടാം ദിനത്തിൽ ബോക്സ് ഓഫീസിൽ ഇടിവുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ മറ്റു 2024 റിലീസുകളുടെ 2 ദിവസത്തെ കളക്ഷനെ മറികടക്കാൻ ഇതിനകം തന്നെ ടർബോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 70 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ടർബോ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് താമസം മാറാൻ നിർബന്ധിതനായ ജോസ് എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ പറയുന്നത്. ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. രാജ്ബി ഷെട്ടിയാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ. ഒരു പക്ക മാസ് മസാല എന്റർടൈനറായി ഒരുക്കിയ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനമാണ് പ്രേക്ഷകരുടെ ഇഷ്ടം കവരുന്നത്. പ്രത്യേകിച്ചും 72-ാം വയസ്സിൽ ആക്ഷൻ സീനുകളിൽ മമ്മൂട്ടി കാഴ്ചവെച്ച പ്രകടനം തന്നെ. വൈശാഖ് സംവിധാനം ചെയ്ത ടർബോയുടെ തിരക്കഥ ഒരുക്കിയത് മിഥുൻ മാനുവൽ തോമസ് ആണ്. മമ്മൂട്ടിയെ കൂടാതെ കന്നഡ നടൻ രാജ്ബി ഷെട്ടി, തെലുങ്ക് ഹാസ്യ നടൻ സുനിൽ എന്നിവരും ചിത്രത്തിലുണ്ട്. അഞ്ജന ജയപ്രകാശും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിച്ചതും. ആദ്യ ദിനത്തേക്കാൾ 140ഓളം അഡീഷണൽ ഷോകളാണ് രണ്ടാം ദിനം ചിത്രത്തിന് കളിച്ചത്. ശനി ഞായർ ദിവസങ്ങൾ കൂടി ആവുമ്പോൾ ചിത്രത്തിന് മികച്ച പ്രേക്ഷക പിന്തുണ ലഭിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒരു തരത്തിൽ ചിത്രത്തെ തകർക്കാൻ മനഃപൂർവ്വമുള്ള ഡീഗ്രേഡിംഗ് നടക്കുമ്പോൾ ഇപ്പുറത്ത് തിയേറ്ററുകളിൽ മികച്ച പ്രകടനവുമായി അതിനുള്ള ചുട്ട മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ടർബോ ജോസ്. മമ്മൂട്ടിയുടെ 100 കോടി ചിത്രമായി ടർബോ ജോസ് മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. ടർബോയിലൂടെ മമ്മൂട്ടി വീണ്ടും 100 കോടി ക്ലബിൽ ഇടം നേടും. 2024 5ാമത്തെ 100 കോടി ടർബോ.